പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി പങ്കെടുക്കുന്നത് ചലച്ചിത്ര സംവിധായകൻ വിഷ്ണു ജി രാഘവ്. സ്റ്റുഡിയോയിൽ ഒപ്പം മനീഷ് MP. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വെബ് സീരീസുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു റോളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്ന എൻ്റർടൈൻമെൻറ്റിൽ. അതിൽ വളരെ സക്സസ്ഫുള്ളായിട്ട് ഇപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല റേറ്റിംഗ് ഉള്ള ഒരു വെബ് സീരീസിൻ്റെ സംവിധായകനാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്നാണ് സീരീസിൻ്റെ പേര്. വിഷ്ണു ജി രാഘവ്. വിഷ്ണുവാണ് ഇന്ന് നമ്മുടെ അതിഥി. വിഷ്ണുവിനോട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം. സ്വാഗതം വിഷ്ണു. നമസ്കാരം. വിഷ്ണു വളരെ സക്സസ്ഫുള്ളായിട്ട് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. റൊമാൻറ്റിക് കോമഡീസ് നമുക്ക് ഒരുപാട് ഉണ്ടെങ്കിലും നമ്മൾ കാണാത്ത പ്രേക്ഷകർക്ക് ഒരു ക്യൂ ഇട്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം അല്ലേ? എന്താണ് നമ്മൾ ലവ് അണ്ടർ കൺസ്ട്രക്ഷനിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? ഇത് വൺ ലൈൻ പറയാൻ വേണ്ടി ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ അവർ ചിലപ്പോൾ ചുരുക്കി കഥ പറയാറുണ്ട്. ഈ ചുരുക്കി പറയുന്ന എന്താണോ വാചകം അത് ഇൻട്രസ്റ്റിംഗ് ആയാൽ മാത്രമേ ഇവർ കഥ മൊത്തം കേൾക്കാൻ ചിലപ്പോൾ റെഡി ആവത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ചുരുക്കി പറയാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു: വരവേൽപ്പിലെ നായകനും മിഥുനത്തിലെ നായികയും, പക്ഷേ മിഥുനത്തിൻ്റെ ഫ്ലിപ്പ് എന്നിങ്ങനെ ഞങ്ങൾ പറയാൻ വേണ്ടി പറയുമായിരുന്നു. ശരി. അപ്പോൾ ഇതിനെ ഏറ്റവും ചുരുക്കി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതേ വാചകമാണ്. അപ്പോൾ വരവേൽപ്പിൻ്റെയൊക്കെ ഒരു ഫ്ലേവറുള്ള സിനിമകൾ ഒരുപാട് നാളായി മലയാളത്തിൽ മിസ്സിങ് ആണെന്ന് തോന്നി. ഇപ്പം മിഥുനത്തിൻ്റെയൊക്കെ ഒരു മിഡിൽ ക്ലാസ് ക്രൈസിസ് കാണിക്കുന്ന വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള കഥകൾ കുറേ നാളത്തെ പല സിനിമകളും ഇല്ല. ആലോചിച്ചാൽ ഈ കോൺഫ്ലിക്റ്റുകളൊക്കെ ഒരു തരത്തിൽ സെയിം തന്നെയാണ്. വരവേൽപ്പിൽ ബസ് വാങ്ങും, ഇന്നിപ്പോൾ ബസ് വാങ്ങില്ല എന്നേ ഉള്ളൂ. പ്രശ്നങ്ങളൊക്കെ ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കഥ പറയുമ്പോൾ ഈ പറയുന്ന കോൺഫ്ലിക്ട്സ് മാത്രമേ മാറാതിരിക്കുന്നുള്ളൂ. ആളുകളുടെ കാഴ്ചപ്പാടുകളൊക്കെ കഴിഞ്ഞ കുറേ വർഷം കൊണ്ട് പുതിയതാണ്. ഒരുപാട് അൺലേണിങ് സംഭവിച്ചിട്ടുണ്ട്. അതേ സാഹചര്യങ്ങൾ ഇന്ന് സംഭവിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നായകനാവട്ടെ നായികയാവട്ടെ ചുറ്റും നിൽക്കുന്ന വേറെ കഥാപാത്രങ്ങളാവട്ടെ ഇതേ കോൺഫ്ലിക്റ്റിനോട് പ്രതികരിക്കുന്ന വേറെ രീതിയിലായിരിക്കും. അന്നത്തെ കോൺഫ്ലിക്റ്റുകൾ ചിലപ്പോൾ ഇന്ന് അത്രയും വലിയൊരു പ്രശ്നമായി തോന്നില്ല എന്ന് വരാം. ചെറിയ ചെറിയ നമ്മൾ കണ്ണടയ്ക്കുന്ന ചില റിലേഷൻഷിപ്പിലെ ചെറിയ കാര്യങ്ങൾ ഇന്നത് വലിയ പ്രശ്നമായി റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇത്തരം മാറ്റങ്ങൾ ഉള്ളപ്പോൾ ഒരേ കോൺഫ്ലിക്റ്റുകളുടെ കാഴ്ചപ്പാടുകൾ പുതിയതായിരിക്കില്ലേ എന്നുള്ള ചിന്തയിൽ നിന്നും ഈ കഥ അങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്ന് ചിന്തിച്ചത്. ഈ വരവേൽപ്പ്, മിഥുനം എന്നൊക്കെ പറയുമ്പോൾ തന്നെ പ്രവാസിയും മിഡിൽ ക്ലാസ്സും ഒക്കെ ഉള്ളൊരു സ്ഥലത്താണ് ഈ കഥ സംഭവിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ പ്രവാസി ജീവിതം ഏറ്റവും പുതിയ ലോകത്ത് എങ്ങനെ സംഭവിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ദുബായിലും തിരുവനന്തപുരത്തുമായിട്ടാണ് ഈ കഥ സംഭവിക്കുന്നത്. പ്രവാസിയുടെ കഥയാണ്. കൂടെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ഒരു വാക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ പ്രണയത്തിൻ്റെ കൂടെ തന്നെ ഒരു കെട്ടിട നിർമ്മാണം കൂടി നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് വിശദീകരിക്കാമോ? അതായത് ഈ കൺസ്ട്രക്ഷൻ എന്നുള്ള വാക്കിന് ഇതിനകത്ത് രണ്ടർത്ഥമുണ്ടെന്നുള്ളതാണ്. ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ കൺസ്ട്രക്ഷൻ്റെ പുറകിൽ നടക്കുന്ന പ്രണയമെന്ന് മാത്രമല്ല, പ്രണയവും തന്നെ കൺസ്ട്രക്റ്റീവ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സബ് ടെക്സ്റ്റും കൂടി ഈ കഥയിലുണ്ട്. പിന്നൊരു കാര്യം ഞാൻ ആലോചിച്ചെന്ന് വെച്ചാൽ, പ്രവാസി എന്ന് പറയുമ്പോൾ പ്രവാസികളുടെ കഥ നമ്മൾ പണ്ട് കാണുമ്പോൾ ഉള്ള അത്രയും പ്രാരാബ്ധമൊന്നും ഇന്ന് പ്രവാസികൾക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എൻ്റെ ജനറേഷനിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ പ്രവാസികളുടെ കഥ പറയുമ്പോൾ പ്രത്യേകിച്ച് ദുബായ് കാണിക്കുമ്പോൾ ധാരാളിത്തമാണ് കൂടുതലും ഞാൻ എൻ്റെ സുഹൃത്തുക്കളിൽ കാണുന്നത്. പക്ഷേ ബേസിക് ആയിട്ടുള്ള ഇമോഷൻ, ഇപ്പോൾ വീടെന്ന് പറയുന്നത് ഏതൊരു മലയാളിക്കും ആഗ്രഹമുള്ളതോ ഏതെങ്കിലും കാലത്ത് വെക്കണമെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ദുബായിലേക്കോ അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നവരുടെ അച്ഛനമ്മമാരുടെ പോലും ആഗ്രഹങ്ങളിൽ എവിടെയെങ്കിലും സ്വന്തമായൊരു വീട് എന്നൊരു സങ്കല്പം, അതിൻ്റെ ആവശ്യകത വലിയൊരു ഡിബേറ്റാണ്. അത് വേണോ വേണ്ടേ, അല്ലെങ്കിൽ എപ്പോൾ വേണം, ആദ്യമേ വീടെന്നും പറഞ്ഞ് നിൽക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറയുന്നത് വേറൊരു വിഷയമാണ്. പക്ഷെ അല്ലാത്ത പക്ഷം ഈ ഇമോഷൻ വളരെ സ്ട്രോങ് ആയിട്ട് മലയാളിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നൊരു ഇമോഷനല്ലേ, അതിങ്ങെടുത്തു. അപ്പോൾ അതിൻ്റെ പുറകിൽ നടക്കുന്ന ഒരു പ്രണയം. അപ്പോൾ ഇതിനകത്ത് ദുബായിൽ വെച്ച് കാണുന്ന രണ്ട് പേരുടെ കെമിസ്ട്രി എന്തായിരിക്കണം, അത്തരം കാര്യങ്ങളിലാണ് നമ്മളിന്ന് വളരെ റിയലിസ്റ്റിക് ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവണമല്ലോ. എൻ്റെ ജനറേഷനിലുള്ള ആൾക്കാർക്ക് വിനോദിനെയും ഗൗരിയും, നീരജനെയും ഗൗരിയും അവരുടെ പ്രണയം മനസ്സിലാവും. പക്ഷെ ഇതേ കാര്യം എൻ്റെ അച്ഛനും അമ്മയ്ക്കും മനസ്സിലാവണം, അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം, അവർക്ക് മനസ്സിലാവണം ഇത് ഈ തലമുറയുടെ പ്രണയമാണ്, അവർക്കും അംഗീകരിക്കാൻ പറ്റണം. അപ്പോൾ അങ്ങനത്തെ ഒരു മീറ്റർ ഇതിൽ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ കാലത്തും ചില വികാരങ്ങൾക്ക് വ്യത്യാസമില്ല എന്ന് പൊതുവിൽ പറയുമെങ്കിലും നമ്മൾ പറഞ്ഞു വരുമ്പോൾ പുതിയ കാഴ്ചപ്പാടുകൾ, പ്രത്യേകിച്ച് നമ്മളൊരു മോഡേൺ ഹ്യൂമൻ ബീയിങ് ആകുന്നതിൻ്റെ ചില റിഫ്ലക്സസ് ഉറപ്പായിട്ടും മുന്നോട്ട് വരേണ്ടതുണ്ട്. അത് തീർച്ചയായും താങ്കൾ ഈ സീരീസിനകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾക്കുള്ളൊരു
പ്രാക്ടീസ് എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ അത് ഈ കഥ മനസ്സിലുണ്ടാവുമ്പോൾ തന്നെ അത്തരം കാര്യങ്ങൾ ഇതിനകത്ത് വേണം എന്ന് മനഃപൂർവ്വമായി ചിന്തിച്ചിരുന്നോ? തീർച്ചയായിട്ടും. ഞാൻ അതാ പറഞ്ഞത്, ഈ നായകൻ്റെയും നായികയുടെയും പ്രണയത്തെ ഇപ്പോൾ അജു വർഗീസ് അവതരിപ്പിച്ച പപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടർ നീരജിൻ്റെ ക്യാരക്ടറിനെക്കാളും കുറച്ച് പ്രായം കൂടിയതാണ്. 6 മാസത്തിൻ്റെ കാര്യം ക്യാരക്ടർ തന്നെ പറയുന്നത്. അതെ, പക്ഷെ മാനസികമായിട്ട് പുള്ളി വേറൊരു യൂണിവേഴ്സിലാണ് ജീവിക്കുന്നത്. ഒരു അമ്മാവൻ ലൈനാണ്. ഇപ്പോഴത്തെ വാക്കിൽ തന്ത വൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ പുള്ളിയുടെ കാഴ്ചപ്പാട് ഇതല്ല, ഈ നീരജിൻ്റെയോ ഗൗരിയുടെയോ കാഴ്ചപ്പാടല്ല. ഇതേ കാഴ്ചപ്പാടല്ല ഇവരുടെയൊക്കെ അച്ഛനും അമ്മമാർക്കും. അപ്പോൾ നമ്മുടെ കഥ എന്ന് പറയുന്നത് പ്രണയം ആണ് ബേസ്. അപ്പോൾ ഈ പ്രണയത്തെ എങ്ങനെ ബാക്കിയുള്ള ജനറേഷൻ നോക്കി കാണുന്നു എന്നുള്ള ആ ലെയറുകൾ, നമ്മൾ ഒന്നിനെയും ശരിയെന്നോ ഒന്നിനെയും തെറ്റെന്നോ ഒന്നും പറയുന്നില്ല. പക്ഷെ ഇതാണ് ആ കാഴ്ചപ്പാടിൻ്റെ അന്തരവ് കാണിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ ഒരു സംഭവം എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസും അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് കോവിഡിന് ശേഷം എന്ന് തന്നെ വേണമെങ്കിൽ എടുത്ത് പറയാം, ഒരുപാട് എക്സ്പോസ്ഡ് ആണ്. സോഷ്യൽ മീഡിയയിലും ഒരുപാട് പുതിയ ആശയങ്ങളും പണ്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളും മാറ്റി ചിന്തിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് അൺലേണിംഗ് എന്ന് പറയും. ഈ അൺലേണിംഗ് പ്രോസസ്സ് ഞാൻ എൻ്റെ വീട്ടിൽ കാണുന്നുണ്ട്. പല കാര്യങ്ങളും വളരെ നോർമലായി, ഒട്ടും ഫോഴ്സ്ഡ് അല്ലാതെ സ്വയം മനസ്സിലായി മാറുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനൊരു സമയം വേണം. അപ്പോൾ ആ അൺലേണിങ്ങിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് ഇതിനകത്ത് പപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടർ. ഞാൻ വിശ്വസിക്കുന്നത് പപ്പൻ്റെ അൺലേണിങ് ഇന്ന് മനസ്സിലായില്ലെങ്കിൽ ചിലപ്പോൾ നാളെ മനസ്സിലാകാത്തവർക്ക് മനസ്സിലാവും. അതേസമയം ഈ ഇതിലെ ബാക്കിയുള്ള അച്ഛനമ്മ കഥാപാത്രങ്ങൾക്കൊന്നും നിർബന്ധമായിട്ടൊരു അൺലേണിംഗ് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് തെറ്റാണെന്നല്ല. ഈ സീരീസ് അടുത്തൊരു 2 മണിക്കൂറിലേക്ക് പോയിരുന്നപ്പോൾ അവരും സംഭവിച്ചേനെ. ഞാൻ പറഞ്ഞ ആ പ്രോസസ്സ് ഞാൻ വ്യക്തമായി എവിടെ വേണം എവിടെ വേണ്ട എന്നുള്ളത് എനിക്ക് ധാരണ ഉണ്ടായിരുന്നു എഴുതി തുടങ്ങിയപ്പോഴേ. കൃത്യമായൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ഇതിൽ വേറൊരു കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കുറ്റി അടിച്ച് കയറ് വലിച്ച് കെട്ടുന്നത് അങ്ങനെ മുതൽ കൃത്യമല്ലെങ്കിലും ഒരു പാലുകാച്ചി പോലത്തെ ഒരു ചടങ്ങ് വരെ ഒരു വീടിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാതെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഗൗരിയും വിനോദും തമ്മിലുള്ള പ്രണയം പാരലായിട്ട് സംഭവിക്കുന്നതും. അവർ യാദൃച്ഛികമായി കണ്ടുമുട്ടുന്നത് മുതൽ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നേയില്ല. പിന്നെ ഏതോ അവസരത്തിൽ അവരൊരു റിലേഷൻഷിപ്പിലാവാമെന്ന് ആലോചിക്കുന്നത് മുതൽ പിന്നെ പല പല കാര്യങ്ങൾ സംഭവിച്ച് പോകുന്ന ഒരു സ്ഥലത്ത് ഇവിടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്നത് എത്രമാത്രം സത്യസന്ധമായിരിക്കും. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ആ വാക്ക് താങ്കളത് എടുത്തു പറഞ്ഞതിന്. ഇതിൻ്റെ സത്തതാണ്. അതായത് ഞാൻ ഗൗരിയോട് കഥ പറയുന്ന സമയത്ത് ഗൗരിയോട് പറഞ്ഞ വാചകം ഇതാണ്: വിനോദ് ഗൗരിയെ ഇംപ്രസ് ചെയ്യാൻ നോക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഗൗരിയുടെ ആദ്യത്തെ അട്രാക്ഷൻ പോയിന്റ്. അവൻ വളരെ പച്ചയായിട്ടാണ് അവളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ പോയിന്റാണ് വിനോദിൽ ഗൗരി അട്രാക്റ്റഡ് ആവുന്നത്. അത് ഞാൻ എവിടും ഫോഴ്സ്ഡായിട്ട് പറയുന്നില്ല. ഇതിലെ കഥാപാത്രമായി ഗൗരി എനിക്കറിയാവുന്നതുകൊണ്ട് എനിക്കറിയാം. പക്ഷെ അത് ആരെങ്കിലും റെക്കഗ്നൈസ് ചെയ്ത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അത് എത്രമാത്രം സത്യസന്ധമായിട്ട് ഓഡിയൻസ് എടുക്കുമെന്നുള്ളതാണ് എനിക്കറിയില്ല. പക്ഷെ അത് താങ്കളത് നോട്ടീസ് ചെയ്ത് ഇംപ്രസ് ചെയ്യുന്നില്ല എന്ന് വാക്കാൽ പറയും. പകുതി പേർക്കത് മനസ്സിലാവണമെന്നുണ്ടാവില്ല. പക്ഷെ അവർക്ക് ആ ഇമോഷൻ കിട്ടും. അതെന്തായാലും അത് റെസിപ്രിക്കേറ്റ് ചെയ്യും. വളരെ ആത്മാർത്ഥമായിട്ടാണ് അവൻ പെരുമാറുന്നതെന്നും, അതായത് ഒരു കാപട്യമില്ല ഇവർക്കിടയിൽ. അത് ഇത് ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കാത്തതാണെന്ന് അങ്ങനെ വാക്കുകൾ ഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഈ ഐഡിയ അല്ലെങ്കിൽ ഇമോഷൻ ഓഡിയൻസിന് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, നമ്മൾ വളരെ ആവേശകരമായി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു പാട്ട് പരിപാടിയാണ്. നമുക്കൊരു പാട്ട് കേട്ടിട്ട് തുടർന്ന് സംസാരിക്കാം. ഏത് പാട്ടായിരിക്കും നമുക്ക് വെക്കേണ്ടത്? ഇപ്പോൾ ഗൗരി കിഷൻ അഭിനയിച്ച മലയാളത്തിലൊരു എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട്. സണ്ണി വെയിനും ഗൗരി അഭിനയിച്ച അനുഗ്രഹീതൻ ആൻ്റണി എന്ന് പറയുന്ന സിനിമയിലെ മുല്ലേ മുല്ലേ എന്ന് തുടങ്ങുന്ന പാട്ട്. നമുക്ക് ആ പാട്ട് കേൾക്കാം. മനു മഞ്ജിത്തിൻ്റെതാണ് വരികൾ, അരുൺ മുരളീധരൻ്റെ സംഗീതം. നമുക്ക് പാട്ട് കേട്ടിട്ട് വരാം. ഓക്കെ. ഈ പാട്ടിന് മുന്നേ നമ്മൾ ഈ ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിൽ പപ്പനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ വിഷ്ണു പറഞ്ഞു. വിനോദും ഗൗരിയുടെയും ക്യാരക്ടറിനകത്ത് വളരെ കൃത്യമായി പോയിന്റുകളുണ്ട്. ഇപ്പോൾ ദുബായിലായാലും തിരുവനന്തപുരത്തായാലും ആ 2 ക്യാരക്ടേഴ്സിൻ്റെയും കൊടുത്തിരിക്കുന്ന സാഹചര്യങ്ങൾ, ഈവൻ ഒരു ക്ലൈമാക്സ് സീനിലേക്ക് പോകുമ്പോൾ അത് ഒരു ട്രാൻസിറ്റിലാണ് സംഭവിക്കുന്നത്. അത്തരം പ്ലാനുകൾ എല്ലാം, കാരണം ദുബായ് പോലത്തെ ഒരു സ്ഥലത്തൊക്കെ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് ഞാനതിൻ്റെ എക്സിക്യൂഷൻ ലെവലിലാണ് ചോദിക്കുന്നത്. അത് എത്രമാത്രം പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ദുബായ് ഞാൻ പ്ലാൻ ചെയ്തതിൻ്റെ 3/4 ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഒരുപാട് ഭാഗ്യക്കേട് അവിടെ സംഭവിച്ചിട്ടുണ്ട്. വിനോദും ഗൗരിയും മോളിൽ കണ്ടുമുട്ടി അവർ മെട്രോയിലാണ്
അന്ന് തിരിച്ചു പോകാൻ ഇരുന്നത്. അപ്പോൾ മെട്രോയിൽ നീരജിൻ്റെ ക്യാരക്ടർ, വിനോദ് എന്ന് പറയുന്ന ക്യാരക്ടർ വണ്ടി കൊണ്ടൊരു മെട്രോയിൽ പാർക്ക് ചെയ്ത് പുള്ളി മെട്രോയിലാണ് മോളിലേക്ക് വന്നത്. അപ്പോൾ ഇവരുടെ യാത്ര എന്ന് പറയുന്നത് മോളിൽ നിന്ന് ഇറങ്ങി മെട്രോ സ്റ്റേഷനിൽ എത്തി അവിടെ വെയിറ്റ് ചെയ്ത് മെട്രോയ്ക്കകത്ത് ഒരാൾ നിൽക്കുന്നു, ഒരാൾ ഇരിക്കുന്നു, ഒരു പോയിന്റിനപ്പുറം വിനോദം കൂടെ അടുത്തിരിക്കുന്നു, പുറത്തേക്ക് ഇറങ്ങുന്നു, കാറിൽ കയറി കാറിൽ പോകുന്നു. ഇത്രയും ട്രാവൽ ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റിൽ. പക്ഷെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കാരണം മെട്രോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ പ്രൊഡ്യൂസർ രഞ്ജിത്തേട്ടൻ ഒരുപാട് ശ്രമിച്ചു. പുള്ളി പല രീതിയിൽ ട്രൈ ചെയ്ത് നോക്കി, പുള്ളിയുടെ മാക്സിമം ശ്രമിച്ചു നോക്കി. പക്ഷെ നമുക്ക് അവിടെ ദുബായാണ്, കേരളമാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് പറ്റിയെന്ന് വന്നത്. ദുബായിൽ അങ്ങനെ നടക്കില്ലല്ലോ. എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് 8 മിനിറ്റോളം ഉണ്ടെന്ന് തോന്നി ഇവരുടെ സംസാരം. അപ്പോൾ അതിങ്ങനെ മുഷിപ്പിക്കാതെ പല ജോഗ്രഫിയിൽ ഇവരുടെ ബോഡി ലാംഗ്വേജ് കാണിച്ചുകൊണ്ട് ഇവരെ എങ്ങനെ അടുക്കുന്നു എന്നുള്ളത്, ഇവരെത്ര ഫ്രീ ആണ് എന്നുള്ളത് വിഷ്വലി കാണണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയാണ് നമ്മളൊരു കാറിനകത്ത് അവസാനം ഒതുക്കേണ്ടി വന്നത്. പക്ഷേ അത് ആരും അങ്ങനെ മുഷിപ്പ് പറഞ്ഞില്ല. കാര്യം ഇവർ സംസാരിച്ചിരിക്കുന്നത് അത് പെർഫോമൻസ് ആണ് കേട്ടോ, ഭയങ്കര ഈസാണ് ഇവർ പെർഫോം ചെയ്തിരിക്കുന്നത്. അതൊരു പേഴ്സണലി എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ക്ലൈമാക്സ് ആണെങ്കിൽ പോലും ബസ്സിലേക്ക് ഒതുക്കേണ്ടി വന്നത് നമുക്ക് മെട്രോ കിട്ടാത്തതുകൊണ്ടാണ്. ക്ലൈമാക്സ് പോലും മെട്രോയിലാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ പേപ്പറിൽ പ്ലാനിങ് ഉണ്ടായിരുന്നു, നമ്മുടെ മനസ്സിലും പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷേ അത് ദുബായ് പോലത്തെ ഒരു രാജ്യത്ത് പോയി അത് നമ്മൾ വിചാരിക്കുന്ന പോലെ നടന്നില്ല. അല്ല, എങ്കിലും അത് ഒരു രീതിയിലും കഥാഗതിയോ അല്ലെങ്കിൽ കാഴ്ചയോ ഒന്നും ബാധിക്കുന്നില്ല. പക്ഷേ അത് എങ്ങനെ സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു കൗതുകം ബാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം അത് ഞാൻ ബാധിക്കുമോ എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. പിന്നെ വളരെ വർഷങ്ങൾക്ക് ശേഷം ഈ ചോദ്യം ഒരുപക്ഷെ മുന്നേയും കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ചോദിക്കപ്പെട്ടിട്ടുണ്ടാവും. നീരജും അജുവും എനിക്ക് തോന്നുന്നു ലവ് ആക്ഷൻ ഡ്രാമയ്ക്ക് ശേഷം പിന്നെ ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സീരീസാണ് എന്ന് തോന്നുന്നു. ഈ ക്യാരക്ടേഴ്സ് കാസ്റ്റിംഗ് എഴുതി സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയപ്പോൾ തന്നെ ആലോചിച്ചിരുന്നോ? ഇല്ല. അജു എനിക്ക് പേഴ്സണലി താല്പര്യം ഉണ്ടായിരുന്നു ഈ ക്യാരക്ടറിലേക്ക്. പക്ഷേ അജു ഒരു വളരെ സീരിയസ് ക്യാരക്ടർ ലൈനിലേക്ക് തിരിയുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചു ചിലപ്പം വരില്ലായിരിക്കും. ഞാനങ്ങനെ പേഴ്സണലി ഇപ്പം 2 സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളൂ, ബാക്കി 2 എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അനുഭവത്തിൽ ഞാൻ ഒരിക്കലും ഒരു ആർട്ടിസ്റ്റിനെ വച്ച് എഴുതരുത് എന്ന് എനിക്ക് പേഴ്സണലി താല്പര്യമുണ്ട്. കാര്യം ഒരു പോയിന്റ് കഴിയുമ്പോൾ ഇവരൊരു അഭിനയം, ഇവർ മുൻപ് ചെയ്ത സിനിമയൊക്കെ ഇങ്ങ് വരും. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് ഇറങ്ങി നാളെ ആർട്ടിസ്റ്റിനെ പടം ഈ നമ്മുടെ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരിക്കലും വേറൊരു ആർട്ടിസ്റ്റിനെ അതൊരു സമയം എടുക്കും. ഇതിൽ നിന്ന് ഇറങ്ങി അതിലേക്ക് പോകണം. അപ്പോൾ അത് എനിക്ക് പേഴ്സണലി ഞാൻ അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ സീരീസിലേക്ക് വന്നിട്ട് എൻ്റെ ആദ്യത്തെ ഓപ്ഷൻ നീരജായിരുന്നു. അജു കൺവിക്ഷൻ പ്രോബ്ലം ഉണ്ടായിരുന്നു, മറ്റേ ആൾക്ക് കമ്മിറ്റ് ചെയ്ത് പക്ഷേ ഡേറ്റ് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് അജു രഞ്ജിത്തേട്ടനും തമ്മിൽ സംസാരിക്കുകയും അജുവിന് ഇങ്ങനത്തെ കഥ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് അജുവിന് വർഷങ്ങളായിട്ട് പരിചയമാണ്. അജു ഇങ്ങോട്ട് വിളിച്ചു. ഞാൻ പറഞ്ഞു അജു ഞാനത് മനഃപൂർവ്വം വിളിക്കാത്തതാണ്, ഇത് ഒന്ന് കേട്ടു നോക്ക്. ഞാനിങ്ങനെ ഒന്ന് സംസാരിക്കുന്നത് അജു നേരിട്ട് നമ്മൾ സംസാരിക്കുകയും അജുന് കഥ കേട്ട് വരിക ചെയ്തത്. പക്ഷെ ഇവരാരും എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ ഇല്ല എന്ന് പറയാൻ കാര്യം ഞാനങ്ങനെ ഫസ്റ്റ് ഓപ്ഷൻ വെക്കാറില്ല. എഴുതി തീർക്കുന്നത് വരെ പ്രോജക്റ്റ് ആയതിനു ശേഷം മാത്രമേ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുള്ളൂ. പൊതുവേ ഈ ക്യാരക്ടേഴ്സിലെല്ലാം ഇപ്പം ഗൗരിയുടെയും വിനോദിൻ്റെയും ക്യാരക്ടറിനെയും പപ്പൻ്റെ ക്യാരക്ടറിനെയും കുറിച്ച് പറയുന്ന പോലെ തന്നെ ആനിൻ്റെ ക്യാരക്ടറിനെയും പറയുമ്പോൾ ഇവരെല്ലാം നമുക്ക് ഒരു ഫസ്റ്റ് സീനിൽ ഉണ്ടാക്കുന്ന ഇംപ്രഷനല്ല, അതിൻ്റെ ക്യാരക്ടർ ആർക്ക് എന്ന് പറയുന്നത് വളരെ വിപുലമാണ്. ഈ ക്യാരക്ടർ ജേണി ചെയ്ത് അത് അതിൻ്റെ സാഹചര്യങ്ങളോട് അതിൻ്റേതായ സ്വാഭാവിക രീതിയിൽ പ്രതികരിച്ച് അവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എല്ലാം പ്രേക്ഷകർ വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ എല്ലാവർക്കും ഉണ്ടാകുന്നു ഈ മാറ്റം. സാധാരണ സിനിമകളിൽ അല്ലെങ്കിൽ സീരീസുകളിൽ സംഭവിക്കുന്നതെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിന് മാത്രം മാറ്റങ്ങൾ സംഭവിക്കുകയും ബാക്കിയുള്ള സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് എല്ലാം അതുപോലെ തന്നെ നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ഈ സൂചിപ്പിച്ച എല്ലാ ക്യാരക്ടറുകൾക്കും തന്നെ മാറ്റം അല്ലെങ്കിൽ പ്രേക്ഷകർ കാണിക്കുന്നതിലെങ്കിലും ആ മാറ്റം സംഭവിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് പ്ലാൻ ചെയ്തത്? സത്യം പറഞ്ഞാൽ ക്യാരക്ടർ റിവീലിംഗിൽ ഇപ്പോൾ ആനിൻ്റെ ക്യാരക്ടറിന് നമ്മൾ കുറച്ച് ബോൾഡായിട്ടുള്ളൊരു എൽ ഡി ക്ലാർക്കായിട്ടാണ് പരിചയപ്പെടുന്നത്. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പപ്പൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരാളായി ആനിൻ്റെ ക്യാരക്ടർ മാറും. സത്യം പറഞ്ഞാൽ അതിനകത്ത് പപ്പൻ മാത്രമേ ഒരു മാറ്റം സംഭവിക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരുടെയും ട്രൂ കളർ പല സിറ്റുവേഷനിൽ പുറത്തു വരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ വിനോദിൻ്റെ അമ്മയായാലും പപ്പൻ്റെ അമ്മയായാലും അല്ലെങ്കിൽ വിനോദായാലും ഇവരുടെയൊക്കെ ഓരോ കോൺഫ്ലിക്റ്റ് വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോഴാണ് പലരുടെയും സംസാരത്തിൻ്റെ തലങ്ങൾ മാറുന്നത്. തുടക്കത്തിലൊക്കെ ഇത് വളരെ നർമ്മമായിട്ട് പോകുമ്പോൾ വലിയ പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവരുടെ പല സ്വഭാവവും അറിയാതെ പോകുന്നത്. പപ്പൻ മാത്രമാണ്, ഞാൻ ആ ക്രെഡിറ്റ് ലിസിക്ക് കൊടുക്കും. എവിടെയോ ലിസിയുടെയും ഗൗരിയുടെയും 2 സ്ത്രീകൾ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് അവരുടെ പെരുമാറ്റങ്ങളും അവരുടെ പല സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നതും കാണുമ്പോഴാണ് പപ്പൻ ചിന്തിച്ചു തുടങ്ങുന്നത്. അപ്പോൾ പപ്പനിലാണ് മേജർ മാറ്റം ഉള്ളത്. ലിസി തുടങ്ങിയപ്പോൾ ലിസി തന്നെയാണ് അവസാനം. പക്ഷേ നമുക്ക് ഓരോ അവസരങ്ങൾ വരുമ്പോഴാണ് ലിസി റെസ്പോണ്ട് ചെയ്യുന്ന കാണുമ്പോഴാണ് നമുക്ക് ആ ക്യാരക്ടർ എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നത്. കുറച്ചുകൂടി റിവീലായി. റൈറ്റിങ്ങിൽ ഒരു തിയറി പറയും, കോൺഫ്ലിക്റ്റിൽ എങ്ങനെ ഒരു ക്യാരക്ടർ റിയാക്ട് ചെയ്യുന്നതനുസരിച്ചാണ് പുള്ളിയുടെ സ്വഭാവം നമുക്ക് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ കോൺഫ്ലിക്റ്റ് വരുന്ന അനുസരിച്ചാണ് ഇവരുടെയൊക്കെ ക്യാരക്ടറിൻ്റെ പുതിയ ലെയേഴ്സ് ഓപ്പണായി നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാനതിനെ പേഴ്സണലി ഞാൻ കാണുന്നത്. നമുക്ക് ഒരു പാട്ട് കേട്ടിട്ട് മുന്നോട്ട് സംസാരിക്കാം. എന്താ, ഏത് പാട്ട് പറയും? പ്രണയവിലാസം എന്ന് പറയുന്ന സിനിമയിൽ നറുചിരിയുടെ ഉന്നാരം അങ്ങനെ തോന്നുന്നു. എനിക്ക് ആ പാട്ട് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അത് കേട്ട് നോക്കാം.
അതെ, അതും വളരെ വ്യത്യസ്തമായൊരു പ്രണയകഥ പറഞ്ഞൊരു സിനിമയാണ് നമുക്ക് അതെ, അതെ. ആ സിനിമയിലെ പാട്ടുകൾ. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വാശി എന്ന് പറയുന്ന വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സിനിമയുടെ സംവിധായകൻ കൂടിയാണ്. നമുക്ക് വാശിയെക്കുറിച്ച് സംസാരിച്ചാലോ? എങ്ങനെയാണ് വാശി എന്ന് പറയുന്ന സിനിമ? ടൊവിനോ, കീർത്തി ഒക്കെ ഉണ്ടായിരുന്ന വക്കീലന്മാരുടെ കഥ പറഞ്ഞ ഒരു സിനിമയാണ്. അവിടെയും ഈ ഒരു കാര്യം പ്രത്യേകിച്ച് വിഷ്ണു സൂക്ഷിക്കുന്നുണ്ട്. അതൊരു സാധാരണ ഒരു വക്കീൽ സിനിമയായി പോകുന്നില്ല, അല്ലെങ്കിൽ അവർക്കിടയിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഗ്രാഫിൽ വളരെ ശ്രദ്ധപൂർവ്വമാണ് വിഷ്ണു അത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. പൊതുവേ നായകൻ നായിക റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യുമ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും പ്രധാനം ഒരു പുതിയ റിഫ്ലെക്സ് അതിൻ്റെ അകത്ത്, അല്ലെങ്കിൽ പുതിയൊരു പ്രതികരണം, അല്ലെങ്കിൽ പുതിയൊരു കാഴ്ച ഞാൻ അവതരിപ്പിക്കേണ്ടതുണ്ട്, പുതിയ തലമുറയുടെ ഒരു കാഴ്ച അവതരിപ്പിക്കേണ്ടതുണ്ട് എന്ന് മനഃപൂർവ്വമായിട്ടുള്ളൊരു വിചാരമുണ്ടോ? മനഃപൂർവ്വമായിട്ടുള്ള വിചാരം സത്യം പറഞ്ഞില്ല. നമ്മൾ ഈ ഇതിനെപ്പറ്റിയൊക്കെ വായിക്കുമ്പോഴും അല്ലെങ്കിൽ വേറെ വെറ്ററൻസിൻ്റെയൊക്കെ ലെജൻസിൻ്റെയൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ കേൾക്കുമ്പോഴൊക്കെ ഇവരെപ്പോഴും പറയുന്നൊരു സംഭവം, എഴുത്ത് അല്ലെങ്കിൽ ഫിലിം മേക്കിംഗ് ഇസ് ഓൾസോ അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് യുവർ സെൽഫ് എന്നുള്ള രീതിയിൽ സംസാരിക്കാറുണ്ട്. അപ്പം ഞാൻ തന്നെ എനിക്ക് മനസ്സിലായ ഒരു സംഭവം, ഇത് എവിടെയൊക്കെയോ ഇത്തരത്തിലുള്ള ഒരു നായകൻ നായിക കോൺഫ്ലിക്റ്റുകൾ, അതിനകത്ത് ഒരു പൊളിറ്റിക്സ് സംസാരിക്കുക എന്നുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഈ രണ്ട് വ്യത്യസ്തമായ കഥയാണ് രണ്ടും. പക്ഷേ ഇത് കോമൺ ആണ്. അതിനകത്തും ഇതുപോലത്തെ ഒരു കോൺഫ്ലിക്റ്റ് നായകൻ്റെ നായികയുടെ ഇടയിൽ കിടപ്പുണ്ട്, ഇതിലും കിടപ്പുണ്ട്. ബേസിക്കലി ഗ്രേനെസ് എനിക്ക് ഉള്ളിലുണ്ടെന്ന് തോന്നുന്നു. ഇതിൽ ശരിയേത് തെറ്റേത്, അപ്പോൾ ആ ഗ്രേ എല്ലാ ക്യാരക്ടേഴ്സും ഇതിലൊക്കെ ഗ്രേ ആണ്. അതിലും നായകനും നായികയും ഗ്രേ ആണ്, ഇതിലും അതെ. അപ്പോൾ ഞാനത് മനഃപൂർവ്വം ചെയ്തതല്ല. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോസസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ തിരിച്ചറിഞ്ഞത് രണ്ടിലും ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് കിടപ്പുണ്ടല്ലോ എന്നുള്ളത്. അത് തിരിച്ചറിവാണ് ഉണ്ടായത്, മനഃപൂർവ്വം ചെയ്തതല്ല. പക്ഷേ ഈ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് നായികയും ഇട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് ആരെങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് എൻ്റെ ഉള്ളിലെ പൊളിറ്റിക്സിൻ്റെ റിഫ്ലക്ഷൻ ആയിരിക്കണം. കാര്യം ഈ കഥയിൽ ഞാൻ ആരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളത് ആ കഥ കാണുമ്പോൾ വളരെ എവിഡൻ്റ്ലി അത് ഫീഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും നിർബന്ധം പിടിക്കുന്നില്ല കാണുന്ന എല്ലാ ഓഡിയൻസും ഞാൻ ആഗ്രഹിക്കുന്ന കഥാപാത്രത്തിൻ്റെ കൂടെ നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം അതെൻ്റെ ഒരു പേഴ്സണൽ ഹൈ ആണ്. അതായത് ഞാൻ കാണുന്നത് സിനിമ കാണാൻ വരുന്ന എല്ലാ പ്രേക്ഷകനും അവരവരുടേതായിട്ടുള്ള ഒരു പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ് ഉണ്ടാവണം. സിനിമ അവരുടെ ഒപ്പീനിയൻ ഉണ്ടാവണം, ഡിസ്കസ് ചെയ്യപ്പെടണം. അപ്പോൾ അതെൻ്റെ ഒരു പേഴ്സണൽ ആവശ്യമാണ്. അപ്പോൾ ഈ സിനിമ കാണുമ്പോൾ ചില ആളുകൾ ഒരു കഥാപാത്രത്തിൻ്റെ കൂടെ നിൽക്കും, മറ്റേ ആളുകൾ അതിൽ തെറ്റ് കണ്ട് മറ്റേ കഥാപാത്രത്തിൻ്റെ കൂടെ നിൽക്കും. അപ്പോൾ യുനാനിമസ് ആയിട്ട് ഒരു അഭിപ്രായം ഈ വെബ് സീരീസിന് ഉണ്ടാവില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. എനിക്കത് വേണ്ട. കാര്യം നിങ്ങളുടെ സിനിമ കാണുക, നിങ്ങൾ കഥാപാത്രം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ താല്പര്യത്തിൻ്റെ പുറത്ത് നിൽക്കുക. അപ്പോൾ അത് ഓരോ ആൾ വളർന്നു വരുന്ന രീതി, അവരുടെ കണ്ടീഷനിങ്, അവരുടെ അപ്ബ്രിങ്ങിങ്, സുഹൃത്തുക്കളോടും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സ് ഉള്ള ആൾക്കാരെടുത്തും ഇടപഴകുന്ന രീതി, ഇതെല്ലാം വച്ചിരിക്കും നിങ്ങളുടെ കാഴ്ചപ്പാട്. ആ പേഴ്സണലൈസ്ഡ് അഭിപ്രായം പേഴ്സണലി എനിക്കിഷ്ടമാണ്. അങ്ങനെ രണ്ട് അഭിപ്രായങ്ങൾ വരുന്നത്. വാശിയിലും അത് ഇങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. അത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല. വീണ്ടും നമ്മൾ ലവ് അണ്ടർ കൺസ്ട്രക്ഷനിൽ വരുമ്പോൾ നായകൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെക്കാൾ കൂടുതൽ ഒരുപക്ഷെ നായികയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെയാണ് ഞാൻ പേഴ്സണലായിട്ട് സംസാരിച്ച ആൾക്കാരിൽ കൂടുതലും അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു പുതുമയിലേക്ക് കാഴ്ചക്കാരെ കൂടി കൊണ്ടുപോകുന്ന ഒരു സീരീസായി അത് മാറുന്നു എന്നിട്ട് എന്തെങ്കിലും പ്രതികരണം കിട്ടുന്നുണ്ടോ? ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം എനിക്കറിയാവുന്ന ഒരുപാട് സുഹൃത്തുക്കളാവട്ടെ, റിലീസിന് മുൻപ് ഞാൻ പടം കാണിച്ച പലരും നായകൻ്റെ കൂടെ നിൽക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മിക്സിങ് സമയത്ത് രാധാകൃഷ്ണൻ പുള്ളിയാണിത് മിക്സ് ചെയ്തത്. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു, ചേട്ടൻ ആരുടെ കൂടെയാണ്? ഞാൻ ഗൗരിയുടെ കൂടെയാടാ. ഞാൻ ചേട്ടാ ഞാനിങ്ങനെ കുറച്ചുകൂടെ സംസാരിച്ചപ്പോൾ അവർ വിനോദിൻ്റെ കൂടെയാണെന്ന് പറഞ്ഞു. എടാ അവന്മാരൊന്നും നല്ല കാമുകന്മാരല്ലടാ. നല്ല കാമുകനാണെങ്കിൽ ഗൗരിയുടെ കൂടെ നിൽക്കുള്ളൂ. അതെനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു കോൺഫിഡൻസ് തന്നായിരുന്നു. പക്ഷെ പടം ഇറങ്ങി എന്നെ വിളിക്കുന്ന എല്ലാ ആളുകളോടും ഞാൻ പ്രത്യേകിച്ച് ഒരു ഉദ്ദേശമില്ല എന്നുള്ളത് വെറുതെ ചോദിക്കുന്നതാണ്, നിങ്ങൾക്ക് എന്താ തോന്നി, നിങ്ങൾ ആരുടെ കൂടെ നിൽക്കുന്നത്? വിനോദിൻ്റെ കൂടെയാണോ ഗൗരിയുടെ കൂടെയാണോ? അപ്പോൾ അതിനൊരു വാക്കായിരിക്കും, ഞാൻ വിനോദിൻ്റെ കൂടെയാണ്, ഞാൻ ഗൗരിയുടെ കൂടെയാണ്. ഇതായിരിക്കും കിട്ടുന്ന പ്രതികരണം. ഞാൻ കൂടുതലൊന്നും ചോദിക്കാനോ ഒന്നും പോയി ഞാൻ എല്ലാവരും ചുമ്മാ ചോദിക്കുന്നുണ്ട്. ഇതെനിക്ക് അറിയാൻ വേണ്ടിയാണ്. ഭൂരിഭാഗം ആളുകളും ഗൗരിയുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതിൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഓക്കെ. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എവിടെയൊക്കെ കിട്ടുന്നുണ്ടെന്നുള്ളത് എനിക്കത് സന്തോഷമുണ്ട്. അതായത് കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ടുകളായിട്ട് സ്ത്രീകൾ ജോലി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവർ ജോലി ചെയ്യുന്ന സമയത്ത് അവർ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കണമായിരുന്നു. പുറത്തു പോയി ജോലി ചെയ്യാൻ തുടങ്ങി സ്ത്രീകൾ. അപ്പോൾ ആ ഒരു വർക്കിംഗ് കൾച്ചറിൽ വളരെ ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ഗൗരിക്ക് തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ശരിക്കും ശ്വാസം മുട്ടുകയാണ്. ദുബായിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ വീണ്ടും ദുബായിയുടെ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് പോകാനാണ് ഗൗരി ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് പോകാനാണ് ഗൗരി ആഗ്രഹിക്കുന്നത്. പുതിയ തലമുറയിൽ ഈ ഒരു മൈഗ്രേഷൻ ഒക്കെ, ഈ ഒരു റെപ്രസെൻറ്റേഷനും അതിനെ പഴയ തലമുറ കാണുന്നതിൻ്റെ ഒരു റെസിസ്റ്റൻസും ഒക്കെ ഇതിനകത്ത് വളരെ വ്യക്തമായി കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഹോംവർക്കിനെ കുറിച്ച് പറയാമോ? ഹോംവർക്ക് എന്ന് പറയാൻ ഞാൻ അങ്ങനെ ഒന്നും സത്യം പറഞ്ഞാൽ അതിനകത്ത് ചെയ്തിട്ടില്ല. പക്ഷേ
എനിക്ക് പേഴ്സണലി എൻ്റെ സുഹൃത്തുക്കളാവട്ടെ എല്ലാവരും കേരളത്തിൽ നിന്ന് പോകുന്നതിൽ എനിക്ക് ഭയങ്കര വിഷമവും പരാതിയും പറയുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ബാച്ചിലുള്ള കോളേജിൽ പഠിച്ച വിരൽ എണ്ണാവുന്ന ആളുകളെ അല്ലെങ്കിൽ സ്കൂളാവട്ടെ കേരളത്തിലുള്ളൂ, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഉള്ളൂ. ബാക്കി എല്ലാവരും പുറത്താണ്. അപ്പം ഞാൻ ഇവരെല്ലാവരും പോകുമ്പോൾ വ്യക്തമായി പറയാറുണ്ട് എന്തിനാണ് പോകുന്നത്, എന്തിൻ്റെ ആവശ്യമാണ്. ഇനി എല്ലാവരും മറ്റേ റിട്ടയറിങ് സമയത്താകുമ്പോൾ ഒരു വീടും വെച്ചിങ്ങ് വരും. വർഷങ്ങൾക്ക് മുൻപായിരുന്നു. ഇന്ന് ഞാൻ പറയാറില്ല. ഇന്ന് ഞാൻ പറയുന്നത് പൊയ്ക്കോ എന്നാണ്. അപ്പോൾ അത്രയും റെസിസ്റ്റൻസ് ഉള്ള എനിക്ക് ഈ ആറ്റിറ്റ്യൂഡ് മാറി. നമ്മൾ ചിന്തിക്കേണ്ടത് കുട്ടികൾ ഇവിടെ നിന്ന് പോകുന്നു എന്ന് പറയുമ്പോൾ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കിവിടെ നിൽക്കാനുണ്ടാവുന്ന സാഹചര്യം ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ആരും നിൽക്കില്ല. ഈ പരാതി പറയുന്ന മാതാപിതാക്കളാവട്ടെ വേറെ ആരും ആവട്ടെ, അവർ താല്പര്യമില്ലാതൊരു സാഹചര്യത്തിൽ നിൽക്കുമോ? അവരും അവരുടെ ചെറുപ്പത്തിൽ നിൽക്കില്ല. അപ്പോൾ സാഹചര്യം ഇവിടെ ഉണ്ടാവുന്നില്ല. ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, സമാധാനമായിരിക്കാം. അപ്പോൾ വീട്ടിൽ നിന്ന് ഗൗരി പോകുമ്പോൾ അച്ഛൻ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. അവൾക്ക് സമാധാനം ഉണ്ടെങ്കിൽ അവൾ ഒരിക്കലും പോയേക്കാം. ചിലപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ പോയേക്കാം. പക്ഷേ വീട് മിസ് ചെയ്തേക്കാം. വീട് മിസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഗൗരിയുടെ കുഴപ്പമില്ല. അത് അവിടെ വേറെ എന്തോ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പ്രശ്നം കിടപ്പുണ്ടെന്ന്. അപ്പോൾ അത് വേണം നമ്മൾ ചോദ്യം ചെയ്യാൻ. അല്ലാതെ അവർ പോകുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വിഷമമുണ്ടാവുന്ന വസ്തുത തന്നെയാണ് ഇവിടെ എല്ലാവരും പോകുന്നു എന്നുള്ളത്. പക്ഷേ നല്ല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആരും പോയില്ലായിരുന്നു. ഈ സീരീസിൽ എനിക്ക് ഏറ്റവും ആകർഷകമായി തോന്നുന്ന ഒരു കാര്യം, വീട് ആരുടേത് എന്നൊരു ചോദ്യം ഈ സീരീസ് ഉന്നയിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അതിനെക്കുറിച്ച് അച്ഛൻ ചോദിക്കുന്ന ചോദ്യമാണ്. ഗൗരിയുടെ അച്ഛൻ ഗൗരിയോട് നിരന്തരം പറയുന്നൊരു കാര്യം ഗൗരി അത് അവതരിപ്പിക്കുന്നതാണ്. അങ്ങനെ ഒരു കോൺവെർസേഷൻ ഗൗരിയും അച്ഛനും തമ്മിൽ ഉണ്ടാവുമ്പോൾ ആ സീൻ ഷൂട്ടിനിടയിലാണ് ഞാൻ എഴുതിയത്. അപ്പോൾ 3 ദിവസമായിട്ട് ഞാൻ സീൻ എഴുതിയിട്ടില്ലെങ്കിൽ സീൻ എഴുതണമെന്നുണ്ട്. ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. മഴ കാരണം ഒരു ദിവസം ഷൂട്ട് ബ്രേക്കായി. അപ്പോൾ ഞാൻ നേരെ വീട്ടിൽ വന്നു. ഇത്രയും വലിയൊരു ഇമ്പോർട്ടൻറ്റ് സീനാണ്, ഇത് എഴുതണമല്ലോ. അപ്പോൾ എനിക്കാണെങ്കിൽ മുട്ട ഇറക്കിയത് എന്താ എഴുതാണ്ടെന്ന് അറിയില്ല, അത്രയും സമയമില്ല. അപ്പം ഞാൻ ആകെ ചിന്തിച്ച ഒരു ചോദ്യം എഴുതാൻ വേണ്ടിയിട്ട്, എന്തിനായിരിക്കാം ഗൗരി ഇവിടെ നിന്ന് പോയത്? ഇതായിരുന്നു ഫസ്റ്റ് തോട്ട്. ഗൗരിയുടെ അച്ഛന് ഭയങ്കര സ്നേഹമാണ്. പുള്ളി അത് വേറൊരു രീതിയിലാണ് പ്രകടിപ്പിക്കുന്നതേ ഉള്ളൂ. പുള്ളിക്ക് അങ്ങനെ മകളോട് ദേഷ്യമോ ഒന്നുമില്ല. ഇവർ പരസ്പരം മനസ്സിലാവാതെ കിടക്കുന്ന എന്തോ ഉണ്ട്. അങ്ങനെയാണ് ചിന്ത തുടങ്ങിയത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഗൗരി ദുബായിൽ ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? പേഴ്സണലായിട്ടൊരു സ്പേസ് ഉണ്ട് എന്ന് മനസ്സിലാവുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് ഇവൾക്ക് ഇവിടെ ഇല്ല. എന്നാൽ അച്ഛന് സ്നേഹമുണ്ട്. അപ്പോൾ ഈ തോട്ടിൽ നിന്നാണ് വന്നത്. ഈ കൊടുക്കുന്ന സ്നേഹം, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഞാൻ പറയുന്ന പോലെ നിൽക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു അച്ഛനാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവളുടെ തോട്ട് പോകുന്നത് എന്തായിരിക്കും? അപ്പോൾ ഇത് എൻ്റെ വീടല്ലേ എന്നുള്ളതായിരിക്കും. ഈ ചിന്തകളിൽ നിന്ന് വന്ന ഡയലോഗുകളാണ് അതൊക്കെ. പക്ഷേ ഞാൻ ഞെട്ടിയത്, ഇത് കണ്ട് വിളിക്കുന്ന പലരും ആ സീൻ വളരെ റിലേറ്റബിൾ ആണ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഷോക്കിംഗ് ആണ്. ആ ചോദ്യം, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന പലരും, എനിക്ക് അത് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നി. ഇത് ഭയങ്കര സിനിമാറ്റിക് ആയിട്ടുള്ള ചിന്തയിൽ നിന്ന് വന്ന ഒരു സീൻ തന്നെയാണ്. പക്ഷെ അത് റിലേറ്റബിൾ ആണെന്ന് പറയുന്നത് ഞാൻ സത്യം പറഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ്. അത് എനിക്കറിയാവുന്ന പലരും പണ്ട് അച്ഛൻ ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറയുന്നത്, അത് ശരിക്കും എല്ലാ അച്ഛന്മാരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പം അജു എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. അജു ചെറിയ മക്കളാണല്ലേ, എപ്പോഴോ വഴക്കിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പൈസയാണ് എൻ്റെ വീടാണെന്നൊക്കെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും. ഇത് കൃത്യമായി അങ്ങനെ പറഞ്ഞൊന്നുമില്ല. പക്ഷെ അങ്ങനെ പറയുമ്പോൾ കുട്ടികളിലുണ്ടാകുന്ന ചിന്ത അല്ലെങ്കിൽ ട്രോമ എന്ന് പറയുന്നത് അവർക്ക് ആ പ്രായത്തിൽ പറയാൻ അറിയില്ല. ആ ഒരു ഡിസ്കണക്ഷൻ ഇല്ലേ, ഇതൊന്നും എൻ്റെ അല്ല, അല്ലെങ്കിൽ ഞാൻ വേറെ, നമ്മൾ എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല എന്നുള്ളതൊക്കെ ചിന്തിക്കുന്നത് അത്രയും. ഞാൻ നേരത്തെ പറഞ്ഞു, കൃത്യമായി ഇങ്ങനെ വാക്കുകളിൽ അവർക്ക് പറയാൻ അറിയില്ലെങ്കിൽ പോലും അങ്ങനത്തെ ഒരു ഐഡിയ ഫീഡിങ് ആവും. ഞാൻ പറഞ്ഞത്, ഇത് ആ സീനിലേക്ക് വന്നപ്പോൾ ഇതിങ്ങനെ ചിന്തിച്ചില്ല. ഞാൻ ആ ഗൗരിയെ പറ്റി മാത്രമേ ആലോചിച്ചുള്ളൂ. അത് പക്ഷേ ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നു പലർക്കും. ആ ഒരു സീനിൽ നിന്നായിരിക്കും ഒരുപക്ഷെ നീരജിൻ്റെ കൂടെ അതുവരെ സഞ്ചരിച്ച ആളെങ്കിൽ കൂടി ഗൗരിയുടെ ഭാഗത്തേക്ക് മറിഞ്ഞു പോകുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കൊരു പാട്ടിനുള്ള സമയമായി. അടുത്ത ഏത് പാട്ട് പറയും? നമ്മൾ വാശിയെക്കുറിച്ച് സംസാരിച്ചത് കൊണ്ട് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. വാശിയിലെ യാതൊന്നും പറയാതെ രാവേ എന്ന് പറയുന്ന പാട്ട് കേൾക്കാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പഴയ കാര്യങ്ങൾ സംസാരിക്കാം. ഓർക്കൂട്ട് ഒരു ഓർമ്മക്കൂട്ട് എന്ന് പറയുന്ന സിനിമയിലായിരുന്നു തുടക്കം, തീവ്രം. പിന്നെ അതിനുശേഷം അഭിനയത്തിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിച്ചില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, തീവ്രം ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്കിങ്ങനെ സംവിധാനം ആഗ്രഹം തുടങ്ങി. അപ്പം ഞാൻ അതിൻ്റെ ഡയറക്ടർ രൂപേഷ് ചേട്ടനോടും അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ റോബി ചേട്ടനോടും ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിമൊക്കെ ചെയ്താൽ കൊള്ളാമെന്നുണ്ടെന്ന് ഞാൻ കഥ പറഞ്ഞു. അപ്പോൾ കഥ കേട്ട് കഴിഞ്ഞ് ഇവർ പറഞ്ഞു, ഇത് വിഷ്ണു ഒന്ന് ഡയറക്റ്റ് ചെയ്യണം, വിഷൻ കാണുന്നുണ്ട്, ഡയറക്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ തന്നൊരു കോൺഫിഡൻസിലാണ് ഇത് ഡയറക്റ്റ് ചെയ്യുന്നത്. തീവ്രം നടക്കുമ്പോഴൊക്കെ എൻ്റെ ശ്രദ്ധ പുറകിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പം ആ ഷോർട്ട് ഫിലിം ഈ പറയുന്ന പോലെ അയക്കുന്ന എല്ലാ ഫെസ്റ്റിവൽസിനും അവാർഡ് കിട്ടുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, നോക്കി ഇത് മറ്റേ ബിഗിനേഴ്സിലൊക്കെ ആയിരിക്കും, എന്നാൽ ഒന്നുകൂടെ ചെയ്ത് നോക്കാം, അറിയണമല്ലോ നമുക്ക് പറ്റുമെന്നുള്ളത്. മനു എന്ന് പറയുന്നൊരു ഉയരയുടെയൊക്കെ ഡയറക്ടറുണ്ട്. പുള്ളി ഒരിക്കൽ സംസാരത്തിൽ ഇങ്ങനെ പറഞ്ഞു പോയി, എല്ലാവർക്കും മോഹൻലാൽ ആവണം എന്നാണ് ആഗ്രഹം, പക്ഷെ മോഹൻലാൽ എടുക്കുന്ന പണി ആരും എടുക്കാൻ വില്ലിങ് അല്ല.
അതേപോലെ ഞാൻ ചിന്തിച്ചു, എനിക്ക് ഡയറക്ടർ ആവാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അതിനുള്ള സബ്സ്റ്റൻസ് ഉണ്ടോ, അതിനുള്ള കഴിവുണ്ടോ എന്നുള്ളത് ഞാൻ ആലോചിക്കണമല്ലോ. അപ്പോൾ ഞാൻ ഒരു ഷോർട്ട് ഫിലിം കൂടെ എടുക്കാം എന്നും പറഞ്ഞ് ഭാവനയെ വെച്ച്, ഭാവന അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്, അനു മോഹൻ, സായി കുമാരേട്ടൻ, ബിന്ദു പണിക്കൻ, കുറേ പേരുണ്ട്. ഓപ്പൺ യുവർ മൈൻഡ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ഉണ്ട്. അതും ഈ പറഞ്ഞ നല്ല അഭിപ്രായങ്ങൾ വരുന്നു. അത് കഴിഞ്ഞ് ആഡിൻ്റെ വർക്കുകൾ വന്നു തുടങ്ങി, ആഡ്സ് ചെയ്തു തുടങ്ങി. അപ്പോൾ പേഴ്സണലി എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസും സന്തോഷവും തരുന്നത്, കാര്യം ഞാൻ പഠിച്ചിറങ്ങി ജോലിയിൽ പോയി റിസൈൻ ചെയ്ത് അപ്പോൾ അഭിനയത്തിൻ്റെ സാധ്യത വന്നതുകൊണ്ട് അപ്പോഴൊന്നും ഞാൻ ഐ ഡോണ്ട് ബിലോങ് ഹിയർ എന്നൊരു ഫീലിംഗ് ഉണ്ട് എനിക്ക്. ഇവിടെ എനിക്ക് കൃത്യമായി ഒരു ഓക്കെ, എവിടെയോ ഞാൻ എത്തി, ഞാൻ ഫിഗർ ഔട്ട് ചെയ്തു എനിക്ക് എന്താ വേണ്ടതെന്നുള്ളത്. ആ സാഹചര്യത്തിൽ ഇനി ഇത് പഠിക്കണമല്ലോ. 20 മിനിറ്റിന് ഷോർട്ട് ഫിലിം ചെയ്യുന്ന പോലെ അല്ല 2 മണിക്കൂർ സിനിമ, അല്ലെങ്കിൽ എഴുത്തും. അപ്പം 2 തോണിയിൽ കാല് വെക്കേണ്ട എന്നുള്ളത് ഞാൻ ആദ്യമേ ഉറപ്പിച്ചു. പിന്നെ എവിടെയൊക്കെയോ എനിക്കൊരു കോൺഫിഡൻസ് കുറവും ഫീൽ ചെയ്തു കേട്ടോ അഭിനയം. അതുകൊണ്ട് അങ്ങനെ മെല്ലെ അങ്ങ് ഞാനായിട്ട് സമയം ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യാമെന്നുള്ള ധാരണയിലാണ് അഭിനയം ഞാൻ വേണ്ട എന്ന് വെച്ചത്. വളരെ യാദൃശ്ചികമായിട്ടാണ് ഓർക്കൂട്ടൊരു ഓർമ്മക്കൂട്ടിലേക്ക് വരുന്നത്. ചെന്നൈയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിൽ പോലും പറയാതെയാണ് അത് തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോഴും സിനിമ എന്ന് പറയുന്നത് എവിടെയോ മനസ്സിലുണ്ടായിരുന്നു? മനസ്സിലൊന്നല്ല, എൻ്റെ വീട്ടിലുണ്ട് സിനിമ. അച്ഛൻ? അതെ. അപ്പോൾ ഞാൻ ജനിച്ച കാലം മുതൽ മലയാളം സിനിമയിലെ എല്ലാവരും ഞാൻ കാണുന്നുണ്ട്. എൻ്റെ വീട്ടിലെ ചോറെന്ന് വെച്ചാൽ സിനിമയിൽ നിന്ന് വരുന്നതാണ്. എൻ്റെ വീട്ടിൽ വരുന്ന 90% ആൾക്കാരും സിനിമയിലുള്ളവരാണ്. അപ്പോൾ പക്ഷേ എനിക്ക് സിനിമയില്ല. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് സിനിമയിൽ പോകാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ സിനിമ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ എനിക്കുള്ളതല്ല എന്നൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അഭിനയിക്കാൻ ഒരു അവസരം വന്നപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിൽ പറയാതെ നേരെ പോയത്. ഇത്രയൊക്കെ ആണെങ്കിൽ ഈ നിമിഷം വരെയും അച്ഛൻ വഴി എനിക്ക് സിനിമയിലൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇതൊരു ഐറണി. പറഞ്ഞ പോലെ സിനിമ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എപ്പോഴും ഉണ്ട് സിനിമ. എടുത്ത് പറയട്ടെ, നമ്മുടെയൊക്കെ സിനിമയുടെ വ്യൂവിങ് ചെറുപ്പത്തിലേക്ക് തുടങ്ങുമല്ലോ. ഞാൻ ഒരു 7ാം ക്ലാസ്സിൽ കാലൊടിഞ്ഞ് വീട്ടിൽ കിടന്നപ്പോൾ 2-3 ആഴ്ചയോളം വീട്ടിൽ കിടന്നു. സ്കൂളിൽ പോകാൻ പറ്റില്ലല്ലോ. അന്ന് അച്ഛൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ, ഞാൻ സുഹൃത്തായിരുന്നു പറഞ്ഞില്ല, വലിയൊരു വ്യക്തിയാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വേൾഡ് മൂവീസിൻ്റെ CDs ഒരു ഹാള്, നമുക്കൊന്നും സങ്കല്പിക്കാൻ പറ്റാത്ത അത്രയും വലിപ്പമുള്ള ഒരു ഹാളിൽ കുന്നുകൂട്ടിയിട്ടിരിക്കുകയാണ്. ആ വിഷ്വൽ എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ പിന്നെ പോയി കണ്ടു ഇത്. അപ്പോൾ അതിൽ നിന്ന് പിക്ക് ചെയ്യണം. അതായത് ഇങ്ങനെ നമ്മൾ വെറുതെ പേപ്പർ വാരി ഇട്ടിരിക്കുന്ന പോലെ ഷെൽഫിൽ നിന്ന് താഴെ ഇട്ടിരിക്കുകയാണ് വെറുതെ. അപ്പോൾ അച്ഛൻ പോയി എനിക്ക് വേണ്ടിയിട്ട് കുറേ വേൾഡ് ക്ലാസ് മൂവീസ് എടുത്തുകൊണ്ട് വന്നു. ആ 2 ആഴ്ച എൻ്റെ പണിയുന്ന ദിവസം 2-3 ബെൻഹർ തുടങ്ങിയ അന്ന് മുതലുള്ള സിനിമകൾ എല്ലാം ക്ലാസിക് പടങ്ങൾ പുള്ളി എന്നിരുത്തി കാണിച്ചൊക്കെ കാണാൻ പറഞ്ഞു. അന്നേ ഞാൻ എക്സ്പോസ്ഡ് ആണ് ഇത്തരം സിനിമകളിൽ. അപ്പോൾ ഞാൻ പറയാൻ കാര്യം, എനിക്ക് സിനിമ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന പോലെ അതിന് വലിയ കാരണക്കാരൻ അദ്ദേഹം തന്നെയാണ്. അവിടുന്ന് സിനിമ കണ്ടു തുടങ്ങിയത് പിന്നെ അത് ഉപയോഗം വരുത്തി എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഒരു പാട്ട് കൂടി പറഞ്ഞാൽ ഏത് പാട്ട് പറയും? 2ാം ഭാവം എന്നുള്ള സിനിമയിലെ മറന്നിട്ടും എന്തിനു. ഞാൻ എൻ്റെ പ്രിയഗാനങ്ങളിൽ അതിഥിയായി പങ്കെടുത്തത് ചലച്ചിത്ര സംവിധായകൻ വിഷ്ണു ജി രാഘവ്. ഈ പരിപാടിയുടെ തുടർഭാഗം അടുത്ത വെള്ളിയാഴ്ച രാവിലെ 9:15. ഞാൻ എൻ്റെ പ്രിയഗാനങ്ങൾ. നിർവഹണം മനീഷ് MP. നിർവഹണ സഹായം വിനോദ് പ്രഭാകർ.